ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വഴുതനങ്ങ തോരൻ വെച്ചാലോ. അതിനായിട്ട് ഞാൻ 2 വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനിവിടെ കട്ടി കുറച്ച് കുരുകുരാന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, വഴുതനങ്ങ കറി വെക്കുമ്പോൾ പലപ്പോഴും കുഴഞ്ഞു പോകാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ വഴുതനങ്ങയ്ക്കകത്ത് വെള്ളം ഉള്ളത് കൊണ്ടാണെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ നമ്മൾ ആ വെള്ളം കളയാതെ തേങ്ങ ഇട്ടങ്ങ് കറി വയ്ക്കുകയാണ് പതിവ്. അതിനായിട്ട് വെള്ളം മാറ്റാനായിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പിടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഉപ്പ് കൂടിപ്പോകരുത്. കൂടിപ്പോയാൽ എന്താ പറ്റുന്നതെന്ന് നമുക്കറിയാവില്ല, ആ കറി പിന്നെ കൂട്ടാൻ കൊള്ളത്തില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം ഉപ്പിടാൻ. അങ്ങനെ ഉപ്പിട്ടതിന് ശേഷം ഇത് കൈ കൊണ്ട് നന്നായിട്ടിങ്ങനെ ഞെരടി എടുക്കണം. ഞെരടുമ്പം തന്നെ അതിനകത്തെ വെള്ളം ഇങ്ങനെ ആകും. ആ വെള്ളം നമ്മളത് പിഴിഞ്ഞ് മാറ്റി എടുക്കണം. പല കളറിലുള്ള വഴുതനങ്ങ ഉണ്ടെന്ന്, പക്ഷേ ഏത് വഴുതനങ്ങ കറി വെക്കുമ്പോഴും ഇങ്ങനെ വെള്ളം കളഞ്ഞിട്ട് വയ്ക്കുവാണെങ്കിൽ നല്ല സുന്ദരമായ കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ചില വഴുതനങ്ങയ്ക്ക് ഒരു ചെറിയ മക്കുണ്ട്. ആ മക്ക് മാറാനും ആ വഴുതനങ്ങയ്ക്കകത്ത് വെള്ളം കളയുന്നത് നല്ലതാണ്. കണ്ടോ, പിഴിയുമ്പം കാണാമല്ലോ എന്തുമാത്രം വെള്ളമാണ് വരുന്നതെന്ന്. ഞാനങ്ങനെ മുഴുവനും പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചു. കണ്ടോ, ഇനി നമുക്കിതിന് അരപ്പ് തയ്യാറാക്കാം. ഞാൻ 2 പച്ചമുളകാണ്, അത് നല്ല എരിവുള്ള മുളകായതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളത്. കുറച്ച് ചെറിയ ഉള്ളി, 1/2 സ്പൂൺ ജീരകം, 1/2 മുറി തേങ്ങ. ഇതെല്ലാം നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് ഇതിലേക്ക് ഞാനൊരു 2 സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. എണ്ണ ചൂടായി വരുന്ന സമയത്ത് 1/2 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഒരു കുറച്ച് കറിവേപ്പില, ഒരു 3 വറ്റൽമുളക് എന്നിവയും കൂടെ ഇതിലേക്ക് ഇടാം. ഞാനിവിടെ ഒരു സവാള പൊടി പൊടിയായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആ സവാളയും മുളകും എല്ലാം കൂടെ ഒന്ന് ഇളക്കുക. നമ്മൾ വഴുതനങ്ങ ഇവിടെ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെയാണ് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഇളക്കുമ്പം തന്നെ വഴുതനങ്ങയ്ക്കകത്തുള്ള കുറച്ച് വെള്ളം വറ്റി കിട്ടുന്നതാണ്. നമ്മൾ അരപ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അരപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ലായിരുന്നു. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഞാൻ മുളകും മഞ്ഞൾപ്പൊടിയും തേങ്ങയും വഴുതനങ്ങയും സവാള എല്ലാം കൂടെ ഒന്ന് യോജിക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പം തന്നെ വഴുതനങ്ങ വെന്തോളും. നമ്മൾ 1 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം തന്നെ കാണാമല്ലോ വഴുതനങ്ങ നല്ല വേർപെട്ടല്ലേ കിടക്കുന്നത്. ഇങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കുക. തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം വീണ്ടും നമ്മളൊന്ന് ഇളക്കണം. അങ്ങനെ ഒരു 1-2 പ്രാവശ്യം ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ച ശേഷം ഇളക്കുമ്പോഴത്തേനും വഴുതനങ്ങ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. നമുക്കറിയാം, വഴുതനങ്ങ ഒട്ടും വേവില്ലാത്ത ഒരു പച്ചക്കറിയാണ് വഴുതനങ്ങായ.
കണ്ടോ, ഇപ്പം തന്നെ കാണുമ്പോൾ അറിയാമല്ലോ, ഒട്ടും കുഴഞ്ഞു പോകാതെയാണ് ഇത് കിടക്കുന്നതെന്ന് നമുക്ക് കാണുമ്പോൾ അറിയാം. ഇങ്ങനെ വഴുതനങ്ങ തോരൻ വെക്കുമ്പോൾ നല്ല സുന്ദരമായ കറിയാണ്. ഇങ്ങനെ ഇളക്കിയതിന് ശേഷം എല്ലാം കൂടി ഒന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. അങ്ങനെ മൂടി വെക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അരപ്പ് ആ വഴുതനങ്ങയിൽ ഒന്ന് പിടിക്കണമെങ്കിൽ ഇങ്ങനെ ഒന്ന് മൂടി വെച്ച് ആവി വരുന്നതാണ് നല്ലത്. അതിന് വേണ്ടിയാണ് അങ്ങനെ ഒന്ന് മൂടി വയ്ക്കുന്നത്. ഇതാ ഇപ്പം നമ്മുടെ അടിപൊളി തോരൻ ഇവിടെ ഇത് കണ്ടോ റെഡി ആയിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല. ഉപ്പ് നമ്മൾ ആദ്യം ചേർത്തതേ ഉള്ളായിരുന്നു, പിന്നെ ഉപ്പിട്ടിട്ടില്ലായിരുന്നു. നമുക്ക് ഉപ്പ് നോക്കാം. ഒരു ലേശം ഉപ്പും കൂടെ വേണം. അതുകൊണ്ട് ഞാനൊരു ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കുവാണ്. നമ്മുടെ സുന്ദരമായ വഴുതനങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ തോരൻ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഹായ്.